ഹായ് ഹലോ. അപ്പം നമ്മളിന്ന് BNSൽ സെക്ഷൽ ഒഫൻസസ് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ ആണ് നോക്കുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് IPCയിലും BNSലും വന്ന ചേഞ്ചസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ BNSൻ്റെ അണ്ടറിൽ ഒരു പുതിയ ചാപ്റ്റർ തന്നെയാണ് ഈ സെക്ഷൽ ഒഫൻസസ് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരുമല്ലേ, അപ്പോൾ IPCയിൽ ഉണ്ടായിരുന്നില്ലേ എന്ന്? IPCയിൽ ഉണ്ടായിരുന്നു, ഒഫൻസസ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞ ചാപ്റ്ററിലായിരുന്നു. അപ്പോൾ ഇതിലുണ്ടായിരുന്നത് ഈ BNSലുണ്ടായിരുന്ന പല പ്രൊവിഷൻസും ഈ പറയുന്ന ഹ്യൂമൻ ബോഡി എന്നുള്ള ചാപ്റ്ററിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രൊവിഷൻസ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നൊരു കാര്യമാണ് BNS ജനറൽ ന്യൂട്രലിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം IPCയിൽ 366A പ്രകാരം മൈനർ ഗേൾ എന്ന് പറയുന്ന അവിടെ BNSൽ വന്നപ്പോൾ 96 പ്രകാരം ചൈൽഡ് എന്നാണ്. ചൈൽഡ് എന്ന് പറയുന്നത് മെയിലാവാം ഫീമെയിലാവാം ഏതൊരു ജെൻഡറും ആവാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് BNSൽ ജനറൽ ന്യൂട്രാലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏജ് ഓഫ് കൺസെൻറ്റ്. ഏജ് ഓഫ് കൺസെൻറ്റ് ഫോർ മാരീഡ് വുമൺ തന്നെയാണ് IPCയിലും BNSലൊക്കെ പറയുന്നത്. അതായത് ഒരു റേപ്പാണ് നെക്സ്റ്റ് നമുക്ക് വിചാരിക്കാം. 15 വയസ്സിന് മേളുള്ളൊരു കുട്ടി ഒരു സെക്ഷൽ കോൺടാക്റ്റിന് കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റേപ്പായി കൺസിഡർ ചെയ്യില്ലായിരുന്നു IPC പ്രകാരം. പക്ഷേ BNSലേക്ക് വന്നപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ആര് കൺസെൻറ്റ് കൊടുത്തിട്ടും കാര്യമില്ല, അത് റേപ്പ് തന്നെയാണ്. 18 വയസ്സിന് മേലെയുള്ള കുട്ടികളുടെ കാര്യം മാത്രമാണ്, അവിടെ മാത്രമേ കൺസെൻറ്റിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. 18 വയസ്സിന് താഴെയുള്ളൊരു കുട്ടി കൺസെൻറ്റ് കൊടുത്തു, ഞാൻ അറിഞ്ഞുകൊണ്ടാണ്, എൻ്റെ സമ്മതത്തോടു കൂടിയാണ് സെക്ഷൽ കോൺടാക്റ്റ് ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് റേപ്പ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ BNSൽ വന്ന മറ്റൊരു മാറ്റമാണ് ഏജ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണിഷ്മെൻറ്റ്സ് ആണ്. അതായത് വിക്ടിമിൻ്റെ പ്രായം അനുസരിച്ചിട്ടായിരിക്കും ആ കുറ്റം ചെയ്ത ആൾക്ക് വരുന്ന പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ വിക്ടിമിൻ്റെ പ്രായം 18, 16, 12 ഈ ഇതിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളും 12 വയസ്സുള്ള കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പണിഷ്മെൻ്റ് ആയിരിക്കും, 16 ഒരു പണിഷ്മെൻ്റ് ആയിരിക്കും, 18 ഒരു പണിഷ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ വിക്ടിമിൻ്റെ ഏജ് അനുസരിച്ചിട്ടായിരിക്കും പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവുക. അടുത്തതാണ് ഗ്യാങ് റേപ്പ് ഓഫ് എ മൈനർ. ഒരു മൈനറായിട്ടുള്ള കുട്ടീൻ്റെ ഗ്യാങ് റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് പെനാൽറ്റിയാണ് കൊടുക്കുക. അപ്പോൾ IPC പ്രകാരം 12 വയസ്സിന് താഴെയുള്ള കുട്ടി അല്ലെങ്കിൽ 12 വയസ്സുള്ള കുട്ടീനെയോ നമ്മൾ ഗ്യാങ് റേപ്പ് ചെയ്താലായിരുന്നു ഈ ഡെത്ത് പെനാൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ BNSലേക്ക് വന്നപ്പോഴോ 18 വയസ്സിന് താഴെയുള്ള ഏത് കുട്ടീനെ നമ്മൾ ഗ്യാങ് റേപ്പ് ചെയ്താലും അത് ഡെത്ത് പെനാൽറ്റിയിലേക്കായിരിക്കും പണിഷ്മെൻറ്റ് പോവുക. അപ്പോൾ BNSൽ വന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണ് ഈ ഗ്യാങ് റേപ്പ് ഓഫ് എ മൈനറിൻ്റെ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.